ബിന്ദുവിന്റെ മരണകാരണം അധികൃതരുടെ അനാസ്ഥയാണെന്ന് ആവർത്തിച്ചു കുടുംബം. ബിന്ദുവിനെ കാണാനില്ലെന്ന കാര്യം അറിയിച്ചപ്പോൾ തന്നെ തെരച്ചിൽ നടത്തിയിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാനാകുമായിരുന്നുവെന്ന് ഭർത്താവ് വിശ്രുതൻ ആരോപിച്ചു. രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. ബിന്ദുവിന്റെ മരണം ഏറെ വേദനിപ്പിക്കുന്നതെന്ന് മന്ത്രി വീണ ജോർജ് ഫേസ്ബുക്കിൽ കുറിച്ചു. തീർച്ചയായും ചിലപ്പം ജീവൻ രക്ഷിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അന്നേരം അവർ ഒന്നുമില്ലെന്നും പറഞ്ഞ് നിൽക്കുക അതിൻ്റെ അടിയിൽ ആരും പോയിട്ടില്ലെന്ന്. തീർച്ചയായും അത് തന്നെ അങ്ങനെ ആയെന്ന് എനിക്ക് തോന്നുന്നത്. അവരുടെ ഭാഗത്ത് നിന്ന് തെറ്റില്ലാന്ന് വരുത്തണമല്ലോ, അതുകൊണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. എന്നെ അന്വേഷിച്ചില്ല. അവരവരുടെ കാര്യം കഴിഞ്ഞ് പറഞ്ഞ് നിങ്ങളുടെ ഈ ചാനൽ അതങ്ങ് പോവുമായിരുന്നു, ഒന്നും പറഞ്ഞില്ല. സർക്കാരിന്റെ അനാസ്ഥക്കിരയാണ് ബിന്ദുവിന്റെ കുടുംബം. നിസ്സഹായനായി ഭാര്യയെ തിരിഞ്ഞു നടന്നതിന്റെ വേദന വിശ്രുതന്റെ വാക്കുകളിലുണ്ട്. ഇനി ആർക്കും ഈ ഗതികേട് ഉണ്ടാകരുതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്നാൽ കുടുംബത്തിന്റെ പരാതിയിൽ കഴമ്പില്ലെന്നാണ് സർക്കാർ നിലപാട്. രക്ഷാപ്രവർത്തനത്തെ രാഷ്ട്രീയ ദുരുദ്ദേശത്തോടെ തെറ്റായി വ്യാഖ്യാനിച്ചുവെന്ന് മന്ത്രി വി എൻ വാസവൻ. അതിനെ വളച്ചൊടിച്ചാണ് നിർത്തിവെക്കാൻ പറയുന്നത്. അങ്ങനെ നിർത്തിവെക്കാൻ ആരും ഇത് തെറ്റായി വ്യാഖ്യാനിച്ച് രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടി ഈ പുരയ്ക്ക് തീ പിടിക്കുമ്പോൾ വാഴ വെട്ടുന്നു പറയുന്നത് കേട്ടിട്ട്, അതാണ് യഥാർത്ഥത്തിൽ അവിടെ ചില ആളുകൾ ചെയ്തത്. അത് രാഷ്ട്രീയമാണ്. മന്ത്രി വീണ ജോർജ് ബിന്ദുവിന്റെ കുടുംബവുമായി ഫോണിൽ സംസാരിച്ചു. മന്ത്രി നാളെ ബിന്ദുവിന്റെ വീട് സന്ദർശിക്കും. കുടുംബത്തിന്റെ ദുഃഖം എന്റെയും ദുഃഖമാണ്. സർക്കാർ പ്രിയപ്പെട്ട ബിന്ദുവിന്റെ കുടുംബത്തിനൊപ്പമുണ്ടാകുമെന്ന് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. മീഡിയ 1 കോട്ടയം.